ഞാൻ നാളെ ഒരു നടനാവണമെങ്കിൽ എൻ്റെ നായിക അനശ്വരയായിരിക്കണം. പടം കൊള്ളാടെ. ഫസ്റ്റ് ഹാഫൊക്കെ കഴിയണവരെയൊക്കെ പടം തീർന്നെന്ന് അറിഞ്ഞില്ല. നോബി ചേട്ടനുണ്ട്, അസീസ് നല്ലൊരു അനശ്വരയുടെ അച്ഛനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അനശ്വര അടിപൊളി. കാര്യം വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരെ പോലെയാണ് അഭിനയിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കോമഡി ആദ്യം തൊട്ട് അവസാനം വരെയും പടത്തിന് കോമഡിയും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒരു മരണ വീട്ടിലെ സംഭവമാണ് പടം എന്ന് പറയുന്നത്. ഒരു ബോഡി അടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയും കാര്യങ്ങളൊക്കെയാണ് ഈ പടം എടുത്ത് വെച്ചത്. അത് നമ്മളത് കണ്ടാലേ നമുക്കത് രസിക്കും. കാര്യം നമ്മൾ പല വീടുകളിലും മരണത്തിന് പോകുമ്പോൾ നമ്മളെ വീട്ടിലും ചില കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു സംഭവം സ്ക്രിപ്റ്റിംഗ് എല്ലാം നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കൊച്ചു ചിത്രമാണ്. എന്തായാലും നല്ല രീതിയിൽ കോമഡി ശരിക്കും ഇഷ്ടം പോലെ ഉണ്ട്. കാസ്റ്റിംഗ് നല്ലതാണ്. നമ്മുടെ സാധാരണ ഒരു ചെറിയ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടുണ്ട്. നല്ല കോമഡിയൊക്കെയാണ്. കോമഡിയുണ്ട്. അനശ്വരയുടെ കോമഡി എന്ന് പറഞ്ഞാൽ നമുക്ക് സാഹചര്യം സംഭവിച്ചാൽ കോമഡിക്ക് വേണ്ടി കോമഡിയല്ല, സാഹചര്യം അനുസരിച്ചുള്ള കോമഡികൾ. അനശ്വരയുടെ പെർഫോമൻസ് അനശ്വരയുള്ള നന്നായിട്ടുണ്ട്. പിന്നെ പറയേണ്ട കാര്യമില്ല. ജോമോൻ ജ്യോതിർ അവരുടെ പെർഫോമൻസ് ഒക്കെ എല്ലാവരും അതിനകത്തെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള കാസ്റ്റിംഗ്. 2 മണിക്കൂർ നമുക്ക് ചിരിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന നമ്മൾ സിനിമ തീരുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല. അനശ്വര അടിപൊളി അഭിനയം കേട്ടാ, ഒരു രക്ഷയില്ല. കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞ പയ്യന്മാരൊക്കെയാണ് നിങ്ങളെ പോലെയുള്ളയും എന്നെ പോലെയുള്ളയും എന്താ പറയുക യൂത്ത് പയ്യന്മാരാണ് ഈ പടത്തിൽ ഒരുപാട് കോമഡി വർക്കായിട്ട് കൊണ്ടുവന്നത്. കാര്യം അനശ്വരൊക്കെ എന്ന് വെച്ചാൽ പ്രാമോക്ക് എന്തോന്നറിയാം, വേറെ ലെവൽ നല്ല അഭിനയം കേട്ടോ. അവരാ നല്ല രീതി. എനിക്ക് ഒന്നും പറയാനില്ല. കാര്യം ഞാൻ നാളെ ഒരു നടനാവണമെങ്കിൽ എൻ്റെ നായിക അനശ്വരയായിരിക്കണം, എന്നാലേ അഭിനയിക്കുള്ളൂ.